സോ ഇന്ന് നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിന്റെ റിവ്യൂവിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ ഷോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എബോ അവറേജ് ഷോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോയിലേക്ക് കിടന്നതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ അതിലേക്കാണ് നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഷോയുടെ ആദ്യത്തെ മാച്ച് നടന്നത് റിയാ റിപ്ലി വേഴ്സസ് നാജാക്സ് തമ്മിലുള്ള വുമൻസ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ഈ മാച്ചിന്റെ അവസാനത്തിൽ റിയാ റിപ്ലി നാജാക്സിനെ എടുത്തുകൊണ്ട് ഒരു പം ഹാൻഡിൽ പവർ ബം ചെയ്തുകൊണ്ട് അവരുടെ ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മാച്ച് എനിക്കൊരു ആവറേജ് മാച്ച് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അടുത്തായിട്ട് നടന്ന മാച്ച് ഷെയ്മസ് വേഴ്സസ് ബ്രോൺ ബ്രെക്കർ തമ്മിലുള്ള ഒരു IC ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ഈ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു എബോ ആവറേജ് മാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മാച്ചിന്റെ നടുക്ക് വെച്ച് ബ്രോൺ ബ്രെക്കറിന്റെ ഒരു മരണമാ സ്പിയർ നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഷെയ്മസ് ഒരു ബ്രോ കിക്ക് ചെയ്യുകയും ആ ബ്രോ കിക്ക് ബ്രോൺ ബ്രെക്കർ കിക്ക് ഔട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ഷെയ്മസ് രണ്ടാമതായി ഒരു ബ്രോ കിക്ക് ചെയ്യുന്ന ഒരുങ്ങി നിൽക്കുമ്പോൾ ബ്രോൺ ബ്രെക്കർ അത് റിവേഴ്സ് ചെയ്ത് ഒരു സ്പിയർ ആക്കിയിട്ട് ഷെയ്മസിനെ പിൻ ചെയ്ത് ബ്രോൺ ബ്രെക്കർ തന്നെയാണ് തന്റെ IC ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ അടുത്തായിട്ട് നടന്നിരുന്നത് ഒരു കോൺട്രാക്ട് സൈനിങ് സെഗ്മെന്റ് ആയിരുന്നു. കോഡി റോഡ്സും കെവിൻ ഓൺസും തമ്മിലുള്ള അതിൽ ഗസ്റ്റ് മോഡറേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഷോൺ മൈക്കിൾസ് ആയിരുന്നു. ഷോൺ മൈക്കിൾസ് വന്നുകൊണ്ട് തന്നെ ഫാൻസ് വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും ആ സപ്പോർട്ട് മൂലമാണ് താൻ 1992 ആദ്യത്തെ IC ചാമ്പ്യൻഷിപ്പ് ഈ റിംഗിൽ വെച്ച് വിൻ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു ഷോൺ മൈക്കിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ താൻ കാര്യത്തിലേക്ക് കടക്കണ്ടായി. അതായത് ഇന്നിവിടെ ഞാൻ വന്നത് കെവിൻ ഓൺസിനും കോഡി റോഡ്സിനും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് സൈനിങ്ങിന് വേണ്ടിയാണ്. ആദ്യമായിട്ട് ഷോൺ മൈക്കിൾസ് കെവിൻ ഓൺസിനെ റിങ്ങിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ കെവിൻ ഓൺസ് വന്നു. പിന്നീട് കോഡി റോഡ്സിനെ വിളിക്കുന്നുണ്ട്, കോഡി റോഡ്സ് വന്നു. അങ്ങനെ കോഡി റോഡ്സും കെവിൻ ഓൺസും തമ്മിലുള്ള ആ ഒരു ഫേസ് ഓഫ് സെഗ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഷോൺ മൈക്കിൾസ് കോഡി റോഡ്സിന്റെ കൈകളിലേക്ക് ആ ഒരു കോൺട്രാക്ട് കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതിനുശേഷം കോഡി റോഡ്സ് സൈൻ ചെയ്തതിനു ശേഷം മൈക്ക് എടുത്ത് പറയാനുണ്ടായി, ഞാനാണ് ഈ റോസ്റ്ററിലെ നമ്പർ 1, ഞാനാണ് ഇവിടുത്തെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻ, റോയൽ റംബിളിന് ശേഷം ഞാൻ നിന്റെ ആ ഒരു ഈഗിൾ ചാമ്പ്യൻഷിപ്പ് ബെൽറ്റ് ഞാൻ കൈക്കലാക്കും എന്നൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കോഡി റോഡ്സ് കെവിൻ ഓൺസ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കെവിൻ ഓൺസ് പറയാനുണ്ടായി, എനിക്ക് നിന്നെ തോൽപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് തോൽപ്പിക്കാൻ പറ്റും, ഈസിയാണ്, എന്നൊക്കെ റോയൽ റംബിളിന് ശേഷം നിന്റെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനും ഈഗിൾ ചാമ്പ്യനും എടുത്തേ ഞാൻ പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവർ തമ്മിലുള്ള ഒരു ബ്രോൾ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവസാനത്തിൽ കെവിൻ ഓൺസ് ആദ്യം ആ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ മടിച്ചെങ്കിൽ പിന്നീട് സൈൻ ചെയ്തു. സൈൻ ചെയ്തതിനു ശേഷം അവിടെ ഷോൺ മൈക്കിൾസും കെവിൻ ഓൺസും തമ്മിലുള്ള ഒരു സ്പാർക്ക് നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ആ ഒരു സെഗ്മെന്റ് മുന്നോട്ട് പോവുകയായി. കെവിൻ ഓൺസ് കോഡി റോഡ്സിന്റെ മുഖത്തേക്ക് ഒരു പഞ്ച് ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ ഒരു പഞ്ചിൽ കോഡി റോഡ്സ് ഒരു സൂപ്പർ കിക്കും ചെയ്യുകയുണ്ടായി. കെവിൻ ഓൺസ് നേരെ ചെന്ന് ഷോൺ മൈക്കിൾസിനെ അറ്റാക്ക് ചെയ്തു. ഷോൺ മൈക്കിൾസിനെ സീറ്റ് ചിൻ മ്യൂസിക്കും ചെയ്തുകൊണ്ട് കെവിൻ ഓൺസിനെ റിങ്ങിനെ പുറത്തേക്ക് ഇടുകയും ഷോൺ മൈക്കിൾസിന് തീം സോങ് ഇട്ടുകൊണ്ട് ആ ഒരു സെഗ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അടുത്തായിട്ട് നടന്ന മാച്ച് ബ്രോൺ സ്ട്രോമാൻ വീസസ് ജേക്കബ് ഫാറ്റ തമ്മിലുള്ള ആ ഒരു സിംഗിൾസ് മാച്ചാണ് നടന്നിട്ടുണ്ടായത്. ഈ ഒരു മാച്ചിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്ന ബ്രോൺ സ്ട്രോമാൻ ആയിരുന്നു. പിന്നീട് ജേക്കബ് ഫാറ്റ വന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് ഒഫീഷ്യലായിട്ട് WWE സ്റ്റാർട്ട് ആക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഒരു മാച്ചിൽ റിങ്ങിന്റെ ഔട്ട്സൈഡിൽ വെച്ചുകൊണ്ട് 2 റണ്ണിങ് പവർ സ്ലാം ബ്രോൺ സ്ട്രോമാൻ ജേക്കബ് ഫാറ്റ ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഒരു റണ്ണിങ് പവർ സ്ലാം ചെയ്യാനിരിക്കവേ ജേക്കബ് ഫാറ്റ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഒരു സമോൺ ഡ്രോപ്പ് ആയിട്ട് അനൗൺസർ ടേബിൾ പൊട്ടിച്ച് കളഞ്ഞ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഇവർ തമ്മിലുള്ള മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി. മാച്ചിന്റെ ഇടയിൽ ബ്രോൺ സ്ട്രോമാൻ ഒരു ഇഞ്ചുറി പറ്റുകയും ചെയ്തു. മുഖത്തായിരുന്നു ആ ഒരു ഇഞ്ചുറി പറ്റിയത്. അങ്ങനെ ആ ഒരു മാച്ച് റഫറി സ്റ്റോപ്പ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കവേ വീണ്ടും ജേക്കബ് ഫാറ്റ ബ്രോൺ സ്ട്രോമാനെ ഇട്ട് അറ്റാക്ക് ചെയ്യും. ആ ഒരു മാച്ച് റഫറി ഒഫീഷ്യലായിട്ട് സ്റ്റോപ്പ് ആക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷവും ആ ഒരു മാച്ച് സ്റ്റോപ്പാക്കി കഴിഞ്ഞതിന് ശേഷം ജേക്കബ് ഫാറ്റ വീണ്ടും അടുപ്പിച്ച് 4 മൂൺസോൾട്ട് ചെയ്തുകൊണ്ട് ബ്രോൺ സ്ട്രോമാൻ ഇഞ്ചുറി ആക്കുന്ന കാഴ്ചയും പിന്നെ മുഖത്തുനിന്ന് ബ്ലഡ് വരുന്ന കാഴ്ചയൊക്കെ ആയിരുന്നു ആ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചത്. അങ്ങനെ ഈ ഒരു മാച്ചിൽ ഒരു ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ബ്രോൺ സ്ട്രോമാൻ റോളപ്പിന്നൂടെ ജയിക്കും എന്നായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടില്ല. ഈ ബ്രോൺ സ്ട്രോമാൻ റോയൽ റംബിളിൽ കാണുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം നല്ല ഇഞ്ചുറിയാണ് പറ്റിയിട്ടുള്ളത് എന്നാണ് WWE ഓഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ ഷോയുടെ മെയിൻ ഇവന്റ് ആയിട്ട് നടന്ന മാച്ച് ജെയൂസോ വേഴ്സസ് ഗന്ധർ തമ്മിലുള്ള വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചായിരുന്നു. ഈ ഒരു മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ന് നടന്ന ഷോയിൽ ഏറ്റവും മികച്ച മാച്ച് എന്ന് പറയാൻ പറ്റുന്ന ഒരു മാച്ചാണ് ഈ ഒരു മാച്ച്. കാരണം അത്യാവശ്യം നല്ലൊരു മാച്ചായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 2 പേരുടെ പെർഫോമൻസ് നല്ലതായിട്ടായിരുന്നു. ജെയ്സ് നല്ല പെർഫോമൻസ് ആയിരുന്നു, ഗന്ധർ നല്ല പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു മാച്ചിന്റെ ഇടയിൽ ഗന്ധർ ഒരു പവർ ബോംബ് ജെയ്സ് ചെയ്യുണ്ടായി. ആ ഒരു പവർ ബോംബ് പക്ഷേ ജെയ്സ് കിക്ക് ഔട്ട് ചെയ്യുണ്ടായി. പിന്നീട് ജെയ്സ് ഒരു സൂപ്പർ കിക്കും ഒരു സ്പിയറും പിന്നെ തേർഡ് റോപ്പിന്റെ മുകളിൽ നിന്ന് ഒരു സ്പ്ലാഷും ചെയ്യുണ്ടായി.
അതെല്ലാം ഗന്ധർ കിക്ക് ഔട്ട് ചെയ്യുന്നുണ്ടായി. പിന്നെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജെയ്സ് ഒരു സ്പിയർ ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ഗന്ധർ അത് റിവേഴ്സ് ചെയ്തുകൊണ്ട് അടുപ്പിച്ച് 2 പവർ ബോംബ് ചെയ്തുകൊണ്ട് ഈ ഒരു മാച്ചിൽ ഗന്ധറാണ് തൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് റീടേൺ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. സോ ഇതൊക്കെയാണ് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് നടന്നിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് മാച്ച് ചെയ്യാണ് താഴെ കമന്റ് ബോക്സിൽ പറയുക. എൻ്റെ ഫേവറേറ്റ് മാച്ച് എന്ന് പറയുന്നത് ആ ഒരു മെയിൻ ഇവന്റ് മാച്ച് ആയിരുന്നു. അതായത് ഗന്ധർ വേഴ്സസ് ജെയ്സ് തമ്മിലുള്ള ഒരു മെയിൻ ഇവന്റ് മാച്ച്. അത് അടിപൊളി മാച്ച് ആയിരുന്നു, അത്യാവശ്യം ഒരു മാച്ച് ആയിരുന്നു. പിന്നെ ആ ഷോൺ മൈക്കിൾസിന്റെ ഒരു സെഗ്മെന്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത് രണ്ടുമായിരുന്നു എനിക്ക് ഇന്നത്തെ സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് ഇഷ്ടപ്പെട്ടത്. സോ നിങ്ങൾക്ക് ഏത് സെഗ്മെന്റാണ് ഇഷ്ടപ്പെട്ടത് അത് താഴെ കമന്റ് ബോക്സിൽ പറയുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.